നമ്മൾ 10 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു യോഗിയുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് യോഗിയുടെ നാട്ടിൽ വൃത്തിയില്ല, അതായത് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വൃത്തിയില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല, കാരണം കുംഭമേള നടക്കുന്ന സ്ഥലത്ത് വൃത്തിയില്ല, അതാണ് സത്യം. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവിടെയുള്ള കുറെ സംഘിണികൾക്കും സംഘിക്കൊക്കെ കുരുപൊട്ടി ഒലിച്ച് അപ്പിയിട്ട് വെച്ചിരിക്കുകയാണ് എന്റെ കമന്റ് ബോക്സിൽ. എനിക്ക് സംശയമുണ്ട്, എന്റെ കമന്റ് ബോക്സിൽ വന്ന് അപ്പിയിട്ട ആൾക്കാരൊക്കെ രാവിലെ തൂറാ മുട്ടിക്കാനാൽ എന്റെ കമന്റ് ബോക്സിലാണ് വന്ന് അപ്പിയിടുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇവന്മാർ അപ്പിടുന്നത് എന്റെ കമന്റ് ബോക്സിലാണ്. ഞങ്ങൾക്കൊരു ഉളുപ്പില്ല. അപ്പൊ നമുക്കിന്ന് യോഗിയുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റ് കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. ഫസ്റ്റ് വായിക്കാൻ പോകുന്ന കമന്റ് ഈ സംഘിണിട്ട കമന്റ് ആണ്. ഇവളുടെ പേര് മായിക എന്നാണ്. ഇവളിട്ട കമന്റ് വായിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ ഒരു റീല് കൂടി നമുക്ക് കാണാനുണ്ട്. എന്തായാലും ഞാൻ കമന്റ് വായിച്ചുതരാം. കേരളത്തിൽ എന്തെല്ലാം വൃത്തികേട് നടന്നാലും അതൊക്കെ മൂടി വെച്ച് അപ്പുറത്തെ നടക്കുന്ന കാര്യം വലിയ കാര്യത്തിൽ പൊക്കി പറയുന്നു. ഇവളെന്താണ് ഈ പറയുന്നത്? കേരളത്തിൽ നടക്കുന്ന കാര്യം മറച്ചു വെച്ച് അപ്പുറത്ത് നടക്കുന്ന കാര്യം പൊക്കി പറയുന്നു എന്നാ അതിൽ ഉദ്ദേശിച്ചുകൊണ്ട് വന്നത്. ഇവളെന്താ പറയുന്നത്? കേരളത്തിൽ ഇതേപോലെ വൃത്തിയില്ലാത്ത ഏതെങ്കിലും ഭക്ത ജനങ്ങൾ പോകുന്ന സ്ഥലമുണ്ടോ? ഇല്ല. ഇവളെന്താ പറഞ്ഞത്? ഇതൊരു സംഘിണി തന്നെ ട്ടാ. ഈ സംഘിണി ഇട്ട കമന്റിന്റെ ബാക്കി കൂടി ഞാൻ വായിച്ചു തരാം. കഷ്ടം, ചചാര കേരളം വെച്ച് നോക്കുമ്പോൾ UP എന്ത് ഭേദമെന്ന്. പരമനാറി പട്ടി കഴിവരടാ മോളെ. ഇതേപോലെ പടച്ചുവിട്ട കുറച്ച് സംഘിണിമാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. UP കേരളത്തെക്കാൾ ഭേദമാണെന്ന് പറയാൻ കാണിച്ച ഇവളുടെ മനോനില എത്രമാത്രം വികൃതമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒറിജിനൽ ഐഡിയ ആണ്. ഇവളുടെ ഒറിജിനൽ ഐഡിയയിൽ നിന്ന് വന്നുകൊണ്ടാണ് UP സർക്കാരിനെ പൊക്കിയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തായാലും ഞാൻ ഇവളുടെ ഒരു റീല് കാണിച്ചു തരാം. ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, റീലൊക്കെ ഇടുന്ന ആളാണ്. ആ ഒരു റീല് ഞാൻ കാണിച്ചു തരാം. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാ എന്റെ അച്ഛനമ്മേനെ പറയാൻ നിക്കണേ? ഇപ്പൊ ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടീനാരും ചീത്ത പറയില്ലോ, അതുണ്ടാക്കിയ കമ്പനിക്കാരല്ലേ പറയുള്ളൂ. അതാണ് ഇതിനെയൊക്കെ ഉണ്ടാക്കിയ എഞ്ചിനീയർ വേണം പറയാനല്ലേ. UP വെച്ച് കേരളത്തെ കമ്പയർ ചെയ്തപ്പോൾ തന്നെ നിന്റെയൊക്കെ തലച്ചോറിനകത്ത് ചാണകമായിരിക്കുമെന്ന് ഇവിടെയുള്ള 90% ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. UP യെയും കേരളത്തെയും വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്ന സംഗീത തളച്ചി? നമ്മൾ അടുത്ത കമന്റ് വായിക്കാൻ പോകുന്നത് ഇവന്റെ കമന്റ് ആണ്. ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന്റേതായ വന്നിട്ട് പറയും ഞാനൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് നീ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറിയത് വെക്കും. ഇത് ഒറിജിനൽ ഐഡിയ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ പേജിന്റെ ഓണർ എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. നിന്റെ ഫോട്ടോ കണ്ണട കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ ഒരു കുരുടനാണ്. എന്തായാലും ഞാൻ ഇവനിട്ട കമന്റ് ഒന്ന് വായിച്ചുതരാം. ഞാൻ പറഞ്ഞ വീഡിയോ എവിടെ? ബാക്കി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ തെറിവിളിച്ചതാണ്. നീ ഇങ്ങനെ തെറിവിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിനക്ക് ഇങ്ങനെ തെറിവിളിക്കണമെന്ന് മുട്ടുമ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടത്? നിന്റെ അച്ഛനും അമ്മയായിട്ടും വീട്ടിൽ ഉറങ്ങുന്നുണ്ടാവും, അവരുടെ മുഖത്ത് നോക്കിയിട്ട് നല്ല പച്ച തെരങ്ങ് വിളിക്കുക. അല്ലാതെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടല്ല തൂറി വെക്കല് കേട്ടാ. മനസ്സിലായോ? അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം എന്റെ കമന്റ് ബോക്സിൽ തൂറാൻ വരുമ്പോ ഞാനും തിരിച്ചെയ്തും. ഞാൻ 2-3 വീഡിയോയിലായിട്ട് കാണുന്നുണ്ട് ഇവനിങ്ങനെ കമന്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് എടുത്ത് ഒന്ന് റിയാക്ട് ചെയ്തത്. നിനക്ക് സങ്കടം വന്നിട്ടുണ്ട് ഒന്നും വിചാരിക്കണ്ട കേട്ടാ. അപ്പൊ ഈ പൊട്ടക്കണ്ണനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ കമന്റ് വായിക്കലല്ല എനിക്ക് ഇവിടെ പണി. എനിക്കിവിടെ 100 കണക്കിന് കമന്റ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 10 കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അപ്പോൾ നിന്റെ കമന്റ് വായിച്ചിട്ട് നീ പറയുന്ന വീഡിയോ ചെയ്യാനുള്ള ആളാണ് ഞാൻ. നിന്റെ തന്തയോട് പറയടാ നീ പറയുന്ന വീഡിയോ ചെയ്തു തരാന്. അടുത്തൊരു സംഖ്യയിട്ട കമന്റ് ആണ്. എന്തൊക്കെ ആയാലും കേരളം അത്തരം പൂശി കിടക്കുകയാണല്ലോ, അത് മതി. അല്ലടാ, കേരളം അത്ര ഒന്നും പൂശിട്ട് കിടക്കുന്ന ആൾക്കാരുള്ള നാടൊന്നല്ല. പക്ഷേ UP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളം സ്വർഗമാണ്. UPയിലുള്ള അവസ്ഥയിൽ നീ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അറിയോ? നിനക്കൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ പച്ചക്ക് ഇങ്ങനെ എഴുതി വെക്കുന്നത്, കേരളത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഓരോ വാക്കുകൾ അല്ലേ? നീ ചാണകം തന്നെ കേട്ടാ. അടുത്തൊരു പച്ച സംഖ്യയുടെ ചാണക സംഖ്യയുടെ ഒരു കമന്റ് വായിച്ചു തരാം. തുപ്പൽ ബിരിയാണി. ഞാൻ ആ ഇട്ട വീഡിയോയുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത കമന്റാണ് ഇവന് ഇപ്പം ഇട്ടിട്ടുള്ളത്, തുപ്പൽ ബിരിയാണി എന്ന്. എടാ, നിനക്ക് എന്താ പ്രശ്നം? എന്താ മനസ്സിൽ വർഗീയത മൂത്തതിനെ കൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. UPയിലുള്ള പ്രയാഗ്രാജിന്റെ കുഴപ്പമാണ് ഞാൻ അതിൽ ആ വീഡിയോ പറഞ്ഞത്. പക്ഷെ ഈ സംഖ്യക്ക് കുരുപൊട്ടിയിട്ട് തുപ്പൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതാ പോയിട്ട് ചാണകം തിന്നണം കോപ്പേ പറഞ്ഞ് എനിക്ക് പറയാനില്ല. കുറച്ച് ഗോമൂത്രം കുടിച്ചോ. ചാണകം തിന്നു കഴിഞ്ഞിട്ട് ഗോമൂത്രം കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഉന്മേഷം ഉണ്ടാവും. അതും ചെയ്തിട്ട് മോന് വീട്ടിൽ ചാച്ചുറങ്ങിക്കോട്ടാ. അടുത്ത നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു വിനോദ സംഖ്യയിട്ട കമന്റ് ആണ്. നീ എന്താ ഒട്ടകത്തെ പോലെ സംസാരിക്കുന്നത്? എടാ, മൊണ്ണയാണീല്ലേ? നീ മൊണ്ണയായി പോയിട്ടുണ്ടല്ലേ? ജനിച്ച പോലെ തന്നെ മൊണ്ണയായതാണോ, അല്ലെങ്കിൽ ജനിച്ച് ജീവിക്കുന്ന സമയത്ത് മൊണ്ണയായതാണോ, അല്ലെങ്കിൽ ഈ സംഖ്യകളുടെ കൂട്ടത്തിൽ ചേർന്നതിന് ശേഷം മൊണ്ണയായതാണോ? അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നല്ല, ഒട്ടകത്തിനെ പോലെ ഒട്ടകം സംസാരിക്കാറുണ്ടാവും. മൊണ്ണ തന്നെയല്ലേ? സംഖ്യ ചാണകമൊക്കെ തിന്നിട്ട് തലച്ചോറിനകത്ത് എന്തെങ്കിലും വേണ്ടേ? ഞാനെന്താ എഴുതി വെക്കുന്നതെന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ? ഒട്ടക ഇവിടെ നിന്നാണ് സംസാരിക്കല്? മൊണ്ണ തന്നെ കേട്ടാ വിനോദനി. അവരിൽ ചാണകമുണ്ട്. ഇതാ അടുത്തൊരു കമന്റ്. ഒട്ടകമൂത്രം കുടിക്കല്ലേ എന്ന് ചോദിച്ചതാണ്, സംഖ്യ ചോദിച്ചതാണ്. ഒട്ടകമൂത്രം കുടിക്കലുണ്ടോ നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിംസ്? കുടിക്കലുണ്ടെന്നാണ് ഇവന് പറയുന്നത്. ചിരിപ്പിക്കുന്ന സംഖ്യയുടെ ഓരോ കോമഡി കമന്റ് ആണ്. കുംഭമേളയെ കുറിച്ച് പറഞ്ഞപ്പോ ഒട്ടകമൂത്രം കുടിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അടുത്തൊരു സംഖ്യയിട്ട ഭീഷണി കമന്റ് ആണ്. നിനക്ക് ടൈം ഓവർ. ഓക്കെ മോനെ, വെയിറ്റ് ആൻഡ് സീ. സുഡാപ്പി നിന്റെ തന്ത. ഇതേപോലുള്ള അണ്ടിയില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ കമന്റ് ഇട്ട് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കാണുമ്പോൾ
ചിരിയാണ് വരുന്നത്. ഞാൻ നിങ്ങളെ കളിയാക്കല്ലേ എന്നത്, ഭീഷണിപ്പെടുത്തല്ലോ. ഇതേപോലെ കളിയാക്കുന്ന ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഉണ്ടാവൂല. കാരണം ഇതിൽ ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ കളിയാക്കാൻ കഴിവുള്ള ഊളകളൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത പ്രാവശ്യം ഭീഷണിപ്പെടുത്താൻ വരുമ്പോൾ കുറച്ചുകൂടി പേടിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാലേ എനിക്ക് റീച്ച് കിട്ടുള്ളൂ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് റീച്ച് കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ സംഖ്യകൾ നിങ്ങൾ ഈ വീഡിയോയുടെ താനും കമന്റ് ഇടണം കേട്ടോ. മനസ്സിലായോ? അടുത്ത കമന്റ്, നീ പോരേണ്ടാന്ന്. അതായത് കുംഭമേള നടക്കുന്ന സ്ഥലത്തോട്ട് നീ വരണ്ടാന്നാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ആര് വരുന്നത്? ചണം നടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും പോകും? അങ്ങനെ വിമർശിക്കല്ല. അവിടുത്തെ ഒരു മണം പല ക്രിയേറ്റേഴ്സും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചാണോന്റെ മണം തന്നെയാണ് അവിടെ. അവിടെ എല്ലാവരും പോകാൻ എൻ്റെ പാട്ടി പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വിമർശിച്ചുകൊണ്ട് കമന്റായിട്ട് വന്ന കുറച്ച് കമന്റുകൾ. പിന്നെ മാന്യതയില്ലാത്ത കമന്റൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അടുത്ത നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്നറിയാം. ഈ സംഖ്യകളെ വിമർശിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാനൊന്ന് വായിച്ചുതരാം. ഒരാളിട്ട കമന്റാണ്, കുപ്പമേള 100%. കുപ്പയാണ് അവിടെയുള്ള പുഴയിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കാരണം അത്രയും മലിനീകരണമാക്കുന്നുണ്ട് ഇവരുടെ ഒരൊറ്റ പരിപാടി കൊണ്ട്. തമാശ പറഞ്ഞല്ല, കുപ്പമേള തന്നെയാണ് അത്. സംഖ്യക്ക് എന്ത് വൃത്തി എന്നാണ് അടുത്ത കമന്റ് ഇട്ട് ചോദിക്കുന്നത്. അത് പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷെ കേരളത്തിലുള്ള സംഖ്യകൾക്ക് കുറച്ച് വൃത്തിയുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. നോർത്ത് ഇന്ത്യത്തെ സംഖ്യകളെ പോലെയല്ല, കേരളത്തിലുള്ള സംഖ്യകൾക്ക് കുറച്ച് വൃത്തിയുണ്ട്. അത് ഇവിടുത്തെ സംസ്കാരം അങ്ങനെ ആയതിനെ കൊണ്ടാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇവന്മാരും ചാണകത്തിന് കുളിച്ച് ഗോമൂത്രമൊക്കെ കുടിച്ചേനെ. അത് ശരി തന്നെയാണ്, സംഖ്യകൾക്ക് എന്ത് വൃത്തി. അടുത്ത കമന്റ് ആണ്, തീട്ടം തിന്നുന്നവർക്ക് എന്ത് വൃത്തിയെന്ന്. കോമഡി എന്നിട്ടാ ഇവിടുത്തെ എന്റെ കമന്റ് ബോക്സിലൊക്കെ ചില സമയത്ത് കയറിയിട്ടൊന്ന് വായിച്ചു നോക്കണോ. അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും. പക്ഷെ തീട്ടം എന്നൊന്നും പറയാൻ പറ്റൂല. തീട്ടം തന്നെയാണ്, മറ്റൊരു ജീവിയുടെ വിസർജനം തീട്ടം തന്നെയാണ്. തീട്ടം തിന്നുന്നവർക്ക് വൃത്തി ഉണ്ടാവില്ല, ശരിയാണ്. അടുത്ത കമന്റ് ആണ്, ഇന്ത്യ എന്നാൽ കേരളം അല്ല, കേരളം വിട്ടാൽ നോക്കണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ പറയരുത്. കേരളവും തമിഴ്നാടും പിന്നെ കർണാടകയിലുള്ള കുറച്ച് സ്ഥലങ്ങളും, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ഏകദേശ സ്ഥലങ്ങളിലും വൃത്തിയുണ്ട്. സൗത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളൂ. കേരളം മാത്രമല്ല വൃത്തിയുള്ള സ്ഥലം, തമിഴ്നാട്ടിലൊക്കെ വൃത്തിയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ നിർത്താണ്. 350 കമന്റോളം വന്നതാണ്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കമന്റ് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കമന്റ് കൂടി ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്, ലൈക്ക് അടിക്കുക. ബൈ. ബംഗാളികളുടെ മനസ്സും വൃത്തിയില്ല, നാടും വൃത്തിയില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട്. അത് 100% കറക്റ്റ് ആണ്, തമാശ പറയുന്നില്ല. ബംഗാളികളുടെ മനസ്സിനും വൃത്തിയില്ല, നാട്ടിനും വൃത്തിയില്ല. നമ്മുടെ കേരളമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ നരകമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാതെ നടക്കാൻ പറ്റൂല. അമ്മാതിരി നാടൊക്കെയാണ്. പറഞ്ഞ ശരി തന്നെയാണല്ലേ.